അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മേൽശാന്തിയുടെ വീട്ടുമുറ്റത്ത് കാവിക്കൊടി ഉയർത്തി. മേൽശാന്തി മാടമന തുരുത്തൽ മഠം മുരളി പോറ്റിയുടെ ഭവനത്തിലാണ് കൊടി ഉയർത്തിയത്. വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ജനുവരി 22-ന് അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മേൽശാന്തി മാടമന തുരുത്തൽ മഠം മുരളി പോറ്റിയുടെ ഭവനത്തിൽ കാവിക്കൊടി ഉയർത്തി. അമ്മ ദ്രൗപദി അന്തർജനത്തിന്റെ സാന്നിധ്യത്തിൽ ജയ് ശ്രീറാം വിളികളോടെയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി ഗോപി വഴുക്കാക്കുളം, മുൻ വാർഡ് കൗൺസിലർ കെ ഗോപാലകൃഷ്ണൻ, പരിസരവാസികളായ രാമചന്ദ്രൻ മഞ്ഞാങ്കൽ മഠം, AC സാജൻ, സനൽ പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്തു. ക്ഷേത്ര നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലൊരു കാവിക്കൊടി തന്റെ ഭവനത്തിൽ ഉയർത്തുന്ന കാര്യം താൻ ചിന്തിച്ചിരുന്നതായി മുരളി പോറ്റി പറഞ്ഞു. പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയായ ശേഷം മാത്രമേ ഭവനത്തിൽ നിന്നും കാവിക്കൊടി അഴിച്ചു മാറ്റുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. തുടർന്ന് തൊടുപുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന നിവേദ്യങ്ങളിലൊന്നായ പാൽപ്പായസ വിതരണവും ഉണ്ടായിരുന്നു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.